ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 16. ഗ്രഹനിലയെ വെല്ലുക. മുകുന്ദ, ജ്യോതിശാസ്ത്രപ്രകാരം ഒരു വള വാങ്ങി നിനക്കു ധരിച്ചുകൂടെ? വേണോ ഗുരുദേവ? ഞാൻ ജ്യോത്സ്യത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമല്ല. ഏതു വിഷയത്തിലും നാം സ്വീകരിക്കേണ്ട ശാസ്ത്രീയ നിലപാട് അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടനു ശേഷം എന്നതുപോലെ അദ്ദേഹത്തിനു മുമ്പും അത്ര തന്നെ ഫലവത്തായി പ്രവർത്തിച്ചു. മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ആനുകൂല്യം കൂടാതെ പ്രപഞ്ച നിയമങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ലെന്നു വന്നാൽ പ്രപഞ്ചം ഏതാണ്ട് താറുമാറാകും. പുരാതന ജ്യോതിഷശാസ്ത്രത്തെ ഇന്നത്തെ അതിന്റെ അവമതിക്കു പാത്രമാക്കിയത് കപട ജ്യോത്സ്യന്മാരാണ്. ജ്യോതിഷം ഗണിതശാസ്ത്രപരമായും ദാർശനികമായും അത്യന്തം വിപുലമായതിനാൽ അഗാധ പാണ്ഡിത്യമുള്ളവർക്കു മാത്രമേ അത് ശരിയായി ഗ്രഹിക്കാൻ കഴിയൂ. വിവരം കെട്ടവർ നഭോമണ്ഡലത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവിടെ ഒരു കുറിപ്പിനു പകരം ഒരു കുറിപ്പടിയാണു കാണുകയും ചെയ്യുന്നതെങ്കിൽ ഈ അപൂർണമായ ലോകത്ത് അത്രയേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വിദ്വത്വത്തെ വിദ്വാൻമാരോടൊപ്പം നാം തള്ളിക്കളഞ്ഞുകൂടാ. സൃഷ്ടിയുടെ എല്ലാ അംശങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയും അവ പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ സന്തുലിതമായ താളക്രമം അന്യോന്യതയിൽ അധിഷ്ഠിതമാണ്. ഗുരുദേവൻ തുടർന്നു. തന്റെ മാനുഷിക ഭാവത്തിൽ മനുഷ്യന് രണ്ടു തരം ശക്തികളുമായി പൊരുതേണ്ടതുണ്ട്. ഒന്നാമത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂത തന്മാത്രകളുടെ സമ്മിശ്രണം സൃഷ്ടിക്കുന്ന തന്റെ ഉള്ളിലെ പ്രക്ഷുബ്ധതകൾ. രണ്ടാമത് ബാഹ്യപ്രകൃതിയുടെ വിധ്വംസക ശക്തികൾ. തന്റെ മർത്യാവസ്ഥയോട് മല്ലടിക്കുന്നിടത്തോളം കാലം ഭൂസ്വർഗങ്ങളുടെ നിരവധി പരിണാമങ്ങൾ അവനെ ബാധിക്കുന്നു. ഗ്രഹങ്ങളുടെ പ്രേരണകളോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തിന്റെ പഠനമാണ് ജ്യോതിഷം. ജ്യോതിർഗോളങ്ങൾക്ക് ബോധപൂർവമായ നന്മയോ തിന്മയോ ഇല്ല. അവ ഗുണമോ ദോഷമോ ആയ പ്രസരണങ്ങൾ പുറപ്പെടുവിക്കുക മാത്രം ചെയ്യുന്നു. അവ സ്വയം മനുഷ്യരാശിയെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലത്ത് ഓരോ മനുഷ്യനും തുടങ്ങിവച്ച കാര്യകാരണങ്ങളുടെ സന്തുലന പ്രവർത്തനത്തിന് അവ നിയാമകമായ ഒരു മാർഗം തുറന്നുകൊടുക്കുന്നു. തൻ്റെ വ്യക്തിഗത കർമ്മത്തോട് ജ്യോതിർഗോളങ്ങളുടെ കിരണങ്ങൾ ശാസ്ത്രീയമായി പൊരുത്തപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും ആണ് ഒരു കുഞ്ഞ് ജനിക്കുക. തൻ്റെ തിരുത്താനാവാത്ത ഭൂതകാലത്തിൻ്റെയും സംഭാവ്യമായ ഭാവി ഫലങ്ങളുടെയും വെല്ലുവിളി ഉയർത്തുന്ന ചിത്രമാണ് അവന്റെ ജാതകം. എന്നാൽ ജനന സമയത്തെ ഗ്രഹനില ശരിയായി വ്യാഖ്യാനിക്കാൻ ഉൾക്കാഴ്ചയോട് കൂടിയ അറിവുള്ളവർക്കേ കഴിയൂ. അത്തരക്കാർ അപൂർവമാണ്. ജനന സമയത്ത് നഭോമണ്ഡലത്തിൽ തിളങ്ങുന്ന ലിപികളിൽ കുറിച്ച സന്ദേശം തിരുത്താനാവാത്ത വിധിയെ, തൻ്റെ കഴിഞ്ഞകാല പുണ്യപാപങ്ങളുടെ കർമ്മബലത്തെ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ചുള്ളതല്ല. മറിച്ച് തൻ്റെ സാർവത്രികമായ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യന്റെ നിശ്ചയബുദ്ധിയെ ഉണർത്താനായിട്ടുള്ളതാണ്. താൻ ചെയ്തത് തനിക്കു തിരുത്താൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളുടെ കാരണബോധൻ താനല്ലാതെ മറ്റാരുമല്ല. ഏതു പരിമിതിയെയും ഒരു മനുഷ്യന് തരണം ചെയ്യാൻ കഴിയും. കാരണം പ്രാഥമികമായി അത് തൻ്റെ കർമ്മബലമായി താൻ ഉണ്ടാക്കി വച്ചതാണ്. പോരെങ്കിൽ ജ്യോതിർഗോളങ്ങളുടെ സമ്മർദ്ദത്തിനു വിധേയമല്ലാത്ത ആത്മീയ സമ്പത്ത് അവന് ഉണ്ട് താനും. ജ്യോതിഷത്തോടുള്ള അന്ധവിശ്വാസജടിലമായ ഭയം നമ്മെ യാന്ത്രിക നിയന്ത്രണത്തിന് അടിമയെപ്പോലെ വഴങ്ങുന്ന ഒരു യന്ത്രപ്പാവയാക്കുന്നു. തൻ്റെ വിധേയത്വം സൃഷ്ടിയിൽ നിന്ന് സ്രഷ്ടാവിലേക്കു മാറ്റിക്കൊണ്ട് ഒരു യഥാർത്ഥ ബുദ്ധിമാൻ തൻ്റെ ഗ്രഹനിലയെ, അതായത് ഭൂതകാലത്തെ പരാജയപ്പെടുത്തുന്നു.
പരമാത്മാവുമായുള്ള ഐക്യം എത്ര കണ്ട് അവൻ തിരിച്ചറിയുന്നുവോ അത്രത്തോളം കുറച്ചുമാത്രം ജഡവസ്തുക്കൾ അവനെ നിയന്ത്രിക്കുന്നു. ആത്മാവ് നിതാന്തമായി സ്വതന്ത്രമാണ്. അതിനു മരണമില്ല, കാരണം അതിന് ജനനമില്ല. ജ്യോതിർഗോളങ്ങൾക്ക് അതിനെ ചട്ടക്കൂടുകളിൽ ഒതുക്കാനാവില്ല. മനുഷ്യൻ ഒരു ആത്മാവാണ്, അവന് ഒരു ശരീരവും ഉണ്ട്. തൻ്റെ ആത്മബോധം അവൻ സ്വയം നേരെയാക്കുമ്പോൾ ഒഴിവില്ലാത്ത ജനന മരണങ്ങളുടെ പരിവൃത്തിയെ അവൻ പിന്തള്ളുന്നു. സർവസാധാരണമായ ആത്മവിസ്മൃതിയുടെ അവസ്ഥയിൽ കുഴങ്ങിക്കഴിയുവോളം ചുറ്റുപാടുകളുടെ ഇന്ദ്രിയഗോചരമല്ലാത്ത ചങ്ങലകൾ അവൻ അറിയേണ്ടി വരും. ഈശ്വരൻ മധുരമായ ഏകതയുടെ സമഞ്ജസമായ സമ്മേളനമാണ്. അദ്ദേഹവുമായി ഏകതയിൽ എത്തിയ സാധകൻ ഒരിക്കലും അനുചിതമായ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. ജ്യോതിഷ നിയമങ്ങൾക്ക് അനുസൃതമാകത്തക്കവണ്ണം ശരിയായും സ്വാഭാവികമായും അവന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായിരിക്കും. അഗാധമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം അയാൾ തൻ്റെ ദൈവീകമായ ആധ്യാത്മിക ബോധവുമായി സമ്പർക്കത്തിലായിരിക്കും. ആ ആന്തരിക സംരക്ഷണത്തേക്കാൾ മഹത്തായി മറ്റൊരു ശക്തിയുമില്ല. എങ്കിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള ഒരു വള ധരിക്കാൻ അങ്ങ് എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഗുരുദേവ? ദീർഘനേരത്തെ മൗനത്തിനു ശേഷം ഈ ചോദ്യം ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടു. ശ്രീ യുക്തേശ്വരന്റെ ശ്രേഷ്ഠമായ വിശദീകരണം സ്വാംശീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് ഏറെ പുതുമയുള്ളതായിരുന്നു ആ ചിന്തകൾ. ഒരു സഞ്ചാരി ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ മാത്രമേ തൻ്റെ കൈവശമുള്ള ഭൂപടങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ന്യായമുള്ളൂ. വഴിയാത്രയിൽ സൗകര്യപ്രദമായ ഏതു കുറുക്കുവഴിയും അയാൾ പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യന് മായയിലുള്ള പ്രവാസത്തിന്റെ കാലയളവ് വെട്ടിക്കുറയ്ക്കാൻ പ്രാചീന ഋഷീശ്വരന്മാർ പല മാർഗങ്ങളും കണ്ടുപിടിച്ചു. ജ്ഞാനത്തിന്റെ കൈവിരലുകൾ കൊണ്ട് സമർത്ഥമായി ക്രമീകരിക്കാവുന്ന ചില യാന്ത്രികമായ വശങ്ങൾ കർമ്മത്തിന്റെ നിയമങ്ങൾക്കുണ്ട്. മനുഷ്യന്റെ എല്ലാ ദുരിതങ്ങളും ഉദ്ഭവിക്കുന്നത് സാർവലൗകിക നിയമത്തിന്റെ ഏതെങ്കിലും ഉല്ലംഘനത്തിൽ നിന്നാണ്. ഈശ്വരന്റെ സർവശക്തിത്വത്തെ അനാദരിക്കാതെ തന്നെ മനുഷ്യൻ പ്രകൃതി നിയമങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്ന് വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അവൻ പറയണം, പ്രഭോ, ഞാൻ അങ്ങയിൽ എൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തെറ്റ് തിരുത്താൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനും ശ്രമിക്കാം. പ്രാർത്ഥന കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും യോഗധ്യാനം കൊണ്ടും പുണ്യാത്മാക്കളുടെ ഉപദേശം തേടിയും ജ്യോതിഷവിധി പ്രകാരമുള്ള വളകൾ ഉപയോഗിച്ചും പല മാർഗത്തിലൂടെ കഴിഞ്ഞ കാലത്തിലെ ദുഷ്കൃത്യങ്ങളുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുകയോ അസാധുവാക്കുകയോ ചെയ്യാം. ഇടിമിന്നലിന്റെ ആഘാതം താങ്ങാൻ വീടുകളിൽ ചെമ്പുകമ്പികൾ ഘടിപ്പിച്ചിട്ടുള്ളതുപോലെ ശരീരമന്ദിരത്തെ ചില പ്രത്യേക മാർഗങ്ങൾ കൊണ്ട് സംരക്ഷിക്കാം. വൈദ്യുത കാന്ത പ്രസരങ്ങൾ പ്രപഞ്ചത്തിൽ നിരന്തരം സഞ്ചരിക്കുന്നു. അവ മനുഷ്യ ശരീരത്തെ ഗുണമായും ദോഷമായും ബാധിക്കുന്നു. സൂക്ഷ്മമായ ഈ പ്രപഞ്ച ശക്തികളുടെ ദോഷങ്ങളെ ചെറുക്കുന്ന പ്രശ്നം യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പരിചിന്തനം ചെയ്തിരുന്നു. ഗ്രഹങ്ങളുടെ ദോഷകരമായ പ്രഭാവത്തിന് എതിരെ ശക്തമായി പ്രതിപ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ഒരു പ്രകാശം ശുദ്ധലോഹങ്ങൾ പുറപ്പെടുവിക്കുന്നതായി ഋഷീശ്വരന്മാർ കണ്ടെത്തി. ചില സസ്യസംയോഗങ്ങളും ഇതിന് സഹായകമായി കാണപ്പെട്ടു. ഇവയിൽ ഏറ്റവും ഫലപ്രദം 2 കാരറ്റിൽ കുറയാത്ത രത്നങ്ങളാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ പ്രായോഗികമായ പ്രതിരോധാത്മക പ്രയോജനങ്ങളെപ്പറ്റി ഭാരതത്തിനു പുറത്ത് ഗൗരവമായ പഠനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അധികം അറിയപ്പെടാത്ത ഒരു വസ്തുത, ശരിയായ രത്നവും ലോഹവും സസ്യസംയോഗങ്ങളും വേണ്ട തൂക്കത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നതും തൊലിപ്പുറത്ത് ശരീരത്തോട് ചേർത്ത്
അവ ധരിച്ചില്ല എങ്കിൽ അവ കൊണ്ട് പ്രയോജനമില്ലെന്നതുമാണ്. പ്രഭോ, അങ്ങയുടെ ഉപദേശമനുസരിച്ച് ഞാൻ തീർച്ചയായും ഒരു വള വാങ്ങാം. ഗ്രഹങ്ങളെ കടത്തിവെട്ടുക എന്ന ചിന്ത എന്നെ വിസ്മയിപ്പിക്കുന്നു. പൊതുവെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണവും വെള്ളിയും ചെമ്പും കൊണ്ടുണ്ടാക്കിയ ഒരു വള ഉപയോഗിക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിന് വെള്ളിയും കാരീയവും കൊണ്ടുള്ള ഒന്നാണ് നീ വാങ്ങണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ശ്രീ യുക്തേശ്വരൻ ശ്രദ്ധയോടെ നിർദ്ദേശങ്ങൾ നൽകി. ഗുരുജി, എന്ത് പ്രത്യേക ഉദ്ദേശ്യമാണ് അങ്ങ് അർത്ഥമാക്കുന്നത്? ജ്യോതിർഗോളങ്ങൾ സൗഹൃദമില്ലാത്ത ഒരു താല്പര്യം നിന്നിൽ കാട്ടാൻ പോവുകയാണ്. മുകുന്ദ, ഭയപ്പെടേണ്ട, നീ സുരക്ഷിതനായിരിക്കും. ഏതാണ്ട് ഒരു മാസമാകുമ്പോൾ നിന്റെ കരൾ നിനക്ക് കുറേ അധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ആ അസുഖം 6 മാസം നീണ്ടു നിൽക്കാനാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജ്യോതിഷ വിധി പ്രകാരമുള്ള നിന്റെ വളയുടെ ഉപയോഗം ആ കാലാവധി 24 ദിവസമായി ചുരുക്കും. അടുത്ത ദിവസം ഞാൻ ഒരു രത്നവ്യാപാരിയെ കണ്ടുപിടിച്ച് ഒരു വള ഉണ്ടാക്കിച്ച് അത് ധരിച്ചു. എൻ്റെ ആരോഗ്യം ഒന്നാം തരമായിരുന്നു. ഗുരുദേവന്റെ പ്രവചനം എൻ്റെ മനസ്സിൽ നിന്നു മാഞ്ഞുപോയി. അദ്ദേഹം ശ്രീരാമപുരം വിട്ട് വാരാണസി സന്ദർശനത്തിനു പോയി. ഞങ്ങളുടെ സംഭാഷണത്തിന് 30 ദിവസത്തിനു ശേഷം എൻ്റെ കരളിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ഒരു വേദന അനുഭവപ്പെട്ടു. അടുത്ത ആഴ്ചകൾ അതികലശലായ വേദനയുടെ പേടി സ്വപ്നമായി തീർന്നു. എൻ്റെ ഗുരുദേവനെ ശല്യപ്പെടുത്താനുള്ള മടി കൊണ്ട് ഈ യാതന ധൈര്യപൂർവം താനെ സഹിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ 23 ദിവസത്തെ കഠിനമായ യാതന എൻ്റെ നിശ്ചയത്തെ ദുർബലപ്പെടുത്തി. ഞാൻ വാരാണസിക്ക് തീവണ്ടി കയറി. അവിടെ ശ്രീ യുക്തേശ്വരൻ എന്നെ അസാധാരണമായ സ്നേഹവായ്പോടെ സ്വീകരിച്ചെങ്കിലും എൻ്റെ കഷ്ടപ്പാട് സ്വകാര്യമായി പറയാൻ അവസരം തന്നില്ല. അന്ന് ധാരാളം ഭക്തന്മാർ വെറുമൊരു ദർശനത്തിനായി ഗുരുദേവനെ സന്ദർശിച്ചു. അസുഖത്തോടെയും അവഗണിക്കപ്പെട്ടും ഞാൻ ഒരു മൂലയിൽ ഇരുന്നു. വൈകുന്നേരത്തെ ആഹാരത്തിനു ശേഷമേ അതിഥികൾ എല്ലാം പിരിഞ്ഞുള്ളൂ. വീട്ടിലെ 8 കോണുള്ള ബാൽക്കണിയിലേക്ക് എൻ്റെ ഗുരു എന്നെ വിളിച്ചു. നിന്റെ കരളിന്റെ അസുഖം സംബന്ധിച്ചായിരിക്കും നീ വന്നത്. ശ്രീ യുക്തേശ്വരന്റെ നോട്ടം എൻ്റെ നേർക്കായിരുന്നില്ല. നിലാവെളിച്ചത്തെ ഇടയ്ക്കിടെ മുറിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം നടന്നു. അപ്പോൾ നീ 24 ദിവസമായി അസുഖത്തിലാണ് അല്ലേ? അതെ പ്രഭു. ഞാൻ നിന്നെ പഠിപ്പിച്ച ഉദരവ്യായാമം ഒന്ന് ചെയ്യൂ. എൻ്റെ വേദനയുടെ കാഠിന്യം അറിയാമായിരുന്നുവെങ്കിൽ വ്യായാമം ചെയ്യാൻ അങ്ങ് എന്നോട് പറയുകയില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തെ അനുസരിക്കാൻ ഒരു ദുർബല ശ്രമം ഞാൻ നടത്തി. നീ പറയുന്നു നിനക്ക് വേദനയുണ്ടെന്ന്, ഞാൻ പറയുന്നു നിനക്ക് വേദനയില്ലെന്ന്. ഈ പരസ്പര വൈരുദ്ധ്യം എങ്ങനെ നിലനിൽക്കും? എൻ്റെ ഗുരുദേവൻ എന്നെ സാഗൂതം നോക്കി. ഞാൻ ആകെ കുഴങ്ങിപ്പോയി. അതിനുശേഷം സുഖകരമായ ആശ്വാസം എന്നെ കീഴടക്കി. ആഴ്ചകളായി എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ തുടർച്ചയായ വേദന എനിക്ക് പിന്നെ അനുഭവപ്പെട്ടില്ല. ശ്രീ യുക്തേശ്വരന്റെ വാക്കുകളാൽ എൻ്റെ വേദന ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന പോലെ ഭേദമായി. കൃതജ്ഞതയോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമിക്കാൻ ഞാൻ ഒരുമ്പെട്ടു. പക്ഷേ അദ്ദേഹം എന്നെ വേഗത്തിൽ തടഞ്ഞു. ബാലിശമായി പെരുമാറാതിരിക്കൂ. എഴുന്നേറ്റ് ഗംഗയിൽ നിലാവ് വീഴുന്നതിൻ്റെ ഭംഗി ആസ്വദിക്കൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരികിൽ നിശബ്ദനായി ഞാൻ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങുകയായിരുന്നു. താനല്ല, ഈശ്വരനായിരുന്നു എന്നെ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ കരുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എത്രയോ കാലം മുമ്പ് കടന്നുപോയ എന്നും മധുരസ്മരണ ഉണർത്തുന്ന ആ ദിവസത്തിൻ്റെ സ്മാരകമായ വെള്ളിയും കാരീയവും കൊണ്ടുള്ള
കനത്ത കൈവള ഇന്നും ഞാൻ ധരിക്കുന്നു. അതിമാനുഷനായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് അന്നു ഞാൻ വീണ്ടും കണ്ടെത്തി. പിന്നീടുള്ള അവസരങ്ങളിൽ ഞാൻ എൻ്റെ സ്നേഹിതരെ രോഗവിമുക്തിക്കായി ശ്രീ യുക്തേശ്വരൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ എല്ലായ്പ്പോഴും രത്നങ്ങളോ വളകളോ അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു. അവയുടെ ഉപയോഗം ജ്യോതിശാസ്ത്രപരമായ ഒരു വിശേഷ ജ്ഞാനമായി അദ്ദേഹം ശ്ലാഘിച്ചിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ജ്യോത്സ്യത്തോട് മതിപ്പില്ലായിരുന്നു. പലരും അന്ധമായി അതിനോട് മമത കാട്ടിയിരുന്നുവെന്നതും, നീ 3 പ്രാവശ്യം വിവാഹം കഴിക്കും, 2 പ്രാവശ്യവും ഭാര്യ മരിച്ചിട്ട് എന്ന ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യന്റെ പ്രവചനവുമാണ് കാരണം. 3 വിവാഹങ്ങളുടെ ബലിപീഠത്തിൽ കുരുതിക്കു നിർത്തിയ ആടിനെ പോലെയായ ഞാൻ ഇക്കാര്യത്തിൽ ചിന്താകുലനായി. നിന്റെ ദുർവിധിക്കു വഴങ്ങുകയേ നിനക്കു നിവൃത്തിയുള്ളൂ, എൻ്റെ ജ്യേഷ്ഠൻ അനന്തത അഭിപ്രായപ്പെട്ടു. നീ കുട്ടിക്കാലത്ത് ഹിമാലയത്തിലേക്ക് പലായനം ചെയ്യുമെന്നും നിന്നെ ബലാത്കാരമായി തിരിച്ചു കൊണ്ടുവരുമെന്നും എഴുതി വച്ചിരിക്കുന്ന നിന്റെ ജാതകം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിവാഹങ്ങളുടെ പ്രവചനവും ശരിയായേ പറ്റൂ. ഈ പ്രവചനം തികച്ചും അസത്യമാണെന്ന് വളരെ വ്യക്തമായ ഒരു വെളിപാട് എനിക്ക് ഒരു രാത്രി ഉണ്ടായി. ജാതകത്തിന്റെ കടലാസ് ചുരുൾ ഞാൻ തീയിട്ടു. ചാരം ഒരു കടലാസ് കൂടിനുള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി: ദൈവികമായ ജ്ഞാനത്തിൽ ചുട്ടരിച്ചാൽ സഞ്ചിത കർമ്മത്തിന്റെ വിത്തുകൾക്ക് മുളയ്ക്കാൻ ആവില്ല. പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആ കൂട് വച്ചു. എൻ്റെ വെല്ലുവിളിയുടെ ആ പ്രസ്താവം ഉടനെ തന്നെ അനന്തത വായിച്ചു. ഈ കടലാസു ചുരുടുകൾ കത്തിച്ചത്ര എളുപ്പത്തിൽ നിനക്ക് സത്യത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. എൻ്റെ സഹോദരൻ പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ പുരുഷപ്രാപ്തിയിലെത്തുന്നതിനു മുമ്പ് എൻ്റെ വിവാഹ നിശ്ചയം നടത്താൻ എൻ്റെ വീട്ടുകാർ 3 പ്രാവശ്യം ശ്രമിച്ചുവെന്നത് വസ്തുതയാണ്. പൂർവജന്മങ്ങളിൽ നിന്നുള്ള ജ്യോതിഷപരമായ ഏതു സ്വാധീനങ്ങളെക്കാളുമേറെ ശക്തമാണ് എൻ്റെ ഈശ്വരപ്രേമമെന്നറിഞ്ഞ് ഓരോ പ്രാവശ്യവും ഞാൻ ആ പദ്ധതികൾക്ക് വഴങ്ങാതിരുന്നു. ഒരാളുടെ ആത്മസാക്ഷാത്കാരം എത്രമാത്രം അഗാധമാണോ അത്രത്തോളം അയാൾ പ്രപഞ്ചത്തെ തൻ്റെ സൂക്ഷ്മമായ ആത്മീയ സ്പന്ദനങ്ങൾ കൊണ്ട് സ്വാധീനിക്കുന്നു. അത്രയും കുറച്ചു മാത്രമേ മായ അയാളെ ബാധിക്കൂ. ഗുരുദേവന്റെ ഈ വാക്കുകൾ പലപ്പോഴും പ്രചോദനം പകർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. ഗ്രഹനിലയനുസരിച്ച് എൻ്റെ മോശമായ കാലഘട്ടങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ജ്യോത്സ്യന്മാരോട് ഇടയ്ക്കിടെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പൂർത്തിയാക്കുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെ വിജയങ്ങൾ അസാധാരണമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട ശേഷമേ കൈവരിക്കാനായിട്ടുള്ളൂവെന്നത് സത്യമാണ്. പക്ഷേ എൻ്റെ വിശ്വാസം എപ്പോഴും നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈശ്വരന്റെ സംരക്ഷണത്തിലുള്ള വിശ്വാസവും മനുഷ്യന് ഈശ്വരൻ തന്നിട്ടുള്ള ഇച്ഛാശക്തിയുടെ ശരിയായ ഉപയോഗവും ആകാശത്തു നിന്നു പ്രവഹിക്കുന്ന സ്വാധീന ശക്തികളേക്കാൾ അപ്രതിരോധ്യമാണ്. ജനന സമയത്തെ നക്ഷത്രലേഖം വെളിവാക്കുന്നത് മനുഷ്യൻ പൂർവകാലത്തിന്റെ കളിപ്പാവയാണെന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇടയായി. അതിൻ്റെ സന്ദേശം അവന്റെ ആത്മാഭിമാനത്തെ പ്രചോദിപ്പിക്കുന്നു. എല്ലാ പരിമിതികളിൽ നിന്നും സ്വതന്ത്രനാകാനുള്ള മനുഷ്യന്റെ ദൃഢനിശ്ചയത്തെ ഉണർത്താനാണ് നഭോമണ്ഡലം തന്നെ ഒരുമ്പെടുന്നത്. ഈശ്വരൻ ഓരോ മനുഷ്യനെയും വ്യക്തിത്വം നൽകപ്പെട്ട ഒരു ആത്മാവായാണ് സൃഷ്ടിക്കുന്നത്. ഒരു തൂണിന്റെയോ പരോപജീവിയുടെയോ താൽക്കാലിക നിലയിലായാലും പ്രപഞ്ചഘടനയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അവനു വേണമെന്നു വെച്ചാൽ അവന്റെ സ്വാതന്ത്ര്യം ആത്യന്തികവും ആസന്നവുമാണ്. അത് ബാഹ്യമായതല്ല, ആന്തരികമായ വിജയങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് 24,000 കൊല്ലങ്ങളുള്ള ഒരു വിഷുവചക്രത്തിന്റെ ഗണിതശാസ്ത്രപരമായ പ്രയോഗസാധ്യത ശ്രീ യുക്തേശ്വരൻ കണ്ടുപിടിച്ചു. 12,000 കൊല്ലങ്ങൾ വീതമുള്ള ഒരു ആരോഹണ ചക്രഖണ്ഡവും ഒരു അവരോഹണ ചക്രഖണ്ഡവുമായി
അദ്ദേഹം ഈ കാലചക്രത്തെ വിഭജിച്ചു. കലി, ദ്വാപര, ത്രേത, സത്യയുഗങ്ങൾ എന്ന 4 വിഭാഗങ്ങളാണ് ഓരോ ചക്രഖണ്ഡത്തിലും ഉണ്ടാവുക. ഇവ ഗ്രീക്കുകാരുടെ ഇരുമ്പ്, ഓട്, വെള്ളി, സുവർണ യുഗങ്ങൾക്ക് സമാനമാണ്. ഈ ആരോഹണ ചക്രഖണ്ഡത്തിലെ അവസാന കലിയുഗം ക്രിസ്തുവർഷം 500-നോടടുപ്പിച്ച് തുടങ്ങിയെന്ന് വിവിധ കണക്കുകൂട്ടലുകൾ കൊണ്ട് എൻ്റെ ഗുരുദേവൻ നിർണയിച്ചു. 1200 വർഷങ്ങളുള്ള ഇരുമ്പു യുഗം ഭൗതികതയുടെ ഒരു കാലയളവാണ്. ഇത് ക്രിസ്തുവർഷം 1700-നോടടുപ്പിച്ച് അവസാനിച്ചു. ആ വർഷം ദ്വാപരയുഗത്തെ സ്വാഗതം ചെയ്തു. വൈദ്യുത ആണവ ഊർജ വികസനത്തിൻ്റെയും കമ്പിയില്ലാ കമ്പി, റേഡിയോ, വിമാനം എന്നീ ദൂരത്തെ വെട്ടിക്കുറയ്ക്കുന്ന മറ്റു കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടമായ ദ്വാപരയുഗത്തിന് 2400 വർഷം ദൈർഘ്യമുണ്ട്. 3600 വർഷം നീണ്ടുനിന്ന ത്രേതായുഗം ക്രിസ്തുവർഷം 4100 തുടങ്ങും. മനോമയമായ വാർത്താവിനിമയ മാർഗങ്ങളെയും മറ്റു സമയസംഹാരികളെയും പറ്റിയുള്ള പൊതുവായ അറിവ് ഈ യുഗത്തെ എടുത്തുകാട്ടും. ആരോഹണ ചക്രഖണ്ഡത്തിന്റെ അവസാനത്തെ 4800 വർഷമുള്ള സത്യയുഗത്തിൽ മനുഷ്യന്റെ ബുദ്ധിവൈഭവം അത്യധികം വികാസം പ്രാപിച്ചിരിക്കും. മനുഷ്യൻ ഈശ്വരന്റെ പദ്ധതിയുമായി ഒത്തിണങ്ങി പ്രവർത്തിക്കും. പിന്നീട് 4800 വർഷങ്ങളുള്ള അവരോഹണ സത്യയുഗത്തോടൊപ്പം 12000 വർഷങ്ങളുള്ള അവരോഹണ ചക്രഖണ്ഡം ലോകത്ത് ആരംഭിക്കും. ക്രിസ്തുവർഷം 12500 മനുഷ്യൻ ക്രമേണ അജ്ഞതയിലേക്കു താഴുന്നു. ഈ ചക്രങ്ങൾ പ്രതിഭാസാത്മകമായ പ്രപഞ്ചത്തിന്റെ അന്തരങ്ങളും ആപേക്ഷിതകളുമായ മായയുടെ നിതാന്തമായ പരിവൃത്തിയാണ്. സ്രഷ്ടാവുമായുള്ള അഭേദ്യമായ ദൈവീക ഐക്യത്തിന്റെ ബോധത്തിലേക്ക് മനുഷ്യർ ഉണരുമ്പോൾ സൃഷ്ടിയിലെ ദ്വൈതത്തിന്റെ കാരാകാരത്തിൽ നിന്ന് അവർ ഓരോരുത്തരായി രക്ഷപ്പെടുന്നു. ജ്യോതിഷത്തെപ്പറ്റി മാത്രമല്ല, ലോകത്തിലെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള എൻ്റെ അറിവ് ഗുരുദേവൻ വിപുലമാക്കി. അദ്ദേഹത്തിന്റെ മനസ്സാകുന്ന കറയറ്റ മേശമേൽ ആ വിശുദ്ധ ഗ്രന്ഥങ്ങളെ വച്ച് അവയെ തൻ്റെ ഉൾക്കാഴ്ചയെന്ന ഗുണദോഷ വിചിന്തനത്തിന്റെ കത്തികൊണ്ട് കീറി നോക്കാനും പ്രവാചകന്മാർ മൗലികമായി വെളിപ്പെടുത്തിയ സത്യങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരുടെ പ്രമാദങ്ങളും കൂട്ടിച്ചേർക്കലുകളും വേർതിരിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മൂക്കിന്റെ തുമ്പത്ത് ദൃഷ്ടി ഉറപ്പിക്കുക. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകത്തിന് പൗരസ്ത്യ പാശ്ചാത്യ പരിഭാഷകർ പരക്കെ സ്വീകരിച്ചിരിക്കുന്ന ഈ തെറ്റായ വ്യാഖ്യാനം ഗുരുദേവന്റെ പരിഹാസത്തോടു കൂടിയ വിമർശനത്തിന് ഇടയാക്കി. ഒരു യോഗിയുടെ പാത അല്ലെങ്കിൽ തന്നെ അസാധാരണമാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു കോങ്കണ്ണൻ കൂടിയാകണമെന്ന് അയാളെ എന്തിന് ഉപദേശിക്കണം? നാസികാഗ്രം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നാസികയുടെ തുടക്കം എന്നാണ്, അല്ലാതെ തുമ്പ് എന്നല്ല. പുരികങ്ങളുടെ ഒത്ത മധ്യത്തിലുള്ള ആധ്യാത്മിക ദൃഷ്ടിയുടെ ഇരിപ്പിടത്തിൽ നിന്നാണ് നാസിക ആരംഭിക്കുന്നത്. ഒരു സാങ്ക്യസൂത്രം പറയുന്നു, ഈശ്വരോ സിദ്ധ, സൃഷ്ടികർത്താവിനെ തെളിയിക്ക വയ്യ. പ്രധാനമായും ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ആ ദർശനം മുഴുവനും നിരീശ്വരവാദപരം എന്ന് വിളിക്കുന്നു. ഈ വാക്യം നിരീശ്വരവാദപരമല്ല, ശ്രീ യുക്തേശ്വരൻ വിശദീകരിച്ചു. അവസാന തീർപ്പുകൾക്കെല്ലാം ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ഒരു അജ്ഞാനിയായ മനുഷ്യന് ഈശ്വരനുണ്ടെന്നതിന്റെ തെളിവ് അറിയാതെ പോകുമെന്നു മാത്രമല്ല, അത്തരം തെളിവ് അക്കാരണത്താൽ നിലനിൽക്കുന്നുമില്ല. യഥാർത്ഥ സാഖ്യാനുയായികൾ ധ്യാനത്തിൽ നിന്നും ലഭിച്ച അചഞ്ചലമായ ഉൾക്കാഴ്ച കൊണ്ട് ഈശ്വരൻ ഉണ്ടെന്നും അദ്ദേഹത്തെ അറിയാൻ കഴിയുമെന്നും മനസ്സിലാക്കുന്നു. മനോഹരമായ സ്പഷ്ടതയോടെ ഗുരുദേവൻ ബൈബിൾ വ്യാഖ്യാനിച്ചു. ക്രിസ്ത്യാനികളുടെ ഹാജർ പട്ടികയ്ക്ക് അറിയാത്ത എൻ്റെ ഹിന്ദു ഗുരുവിൽ നിന്നാണ് ബൈബിളിന്റെ അനശ്വര സത്ത കാണാൻ ഞാൻ പഠിച്ചത്. ആകാശവും ഭൂമിയും നശ്വരമാണ്, എൻ്റെ വചനങ്ങളോ അനശ്വരമത്രേ എന്ന ക്രിസ്തുവിന്റെ
ഏറ്റവും രോമാഞ്ചകാരിയായ ദൃഢപ്രസ്താവത്തിന്റെ പരമാർത്ഥം മനസ്സിലാക്കിയതും അദ്ദേഹത്തിൽ നിന്നു തന്നെയാണ്. ശ്രീ യേശുവിന് ചൈതന്യം പകർന്ന അതേ ദൈവീക ആദർശങ്ങൾ കൊണ്ടു തന്നെയാണ് ഭാരതത്തിലെ മഹാന്മാരായ ആചാര്യന്മാർ തങ്ങളുടെ ജീവിതങ്ങൾ മെനഞ്ഞെടുത്തത്. ഈ മഹത്തുക്കൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ബന്ധുജനങ്ങളാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. എൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തുദേവൻ ചൂണ്ടിക്കാട്ടി. സ്വതന്ത്രരും താന്താങ്ങളുടെ പ്രഭുക്കളുമായ ഈ ഭാരതീയ യോഗി ക്രിസ്തുക്കളെല്ലാവരും ഏക പിതാവിന്റെ വിമോചകമായ ജ്ഞാനം നേടിയവരെന്ന അനശ്വര ഭ്രാതൃത്വത്തിന്റെ ഭാഗമാണ്. ആദത്തിന്റെയും ഹവ്വയുടെയും കഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അന്യാപദേശത്തിന്റെ പൊരുളുമായി മല്ലിടുന്ന ആദ്യകാലങ്ങളിൽ ഒരു ദിവസം വികാരാവേശത്തോടെ ഞാൻ പറഞ്ഞു, തെറ്റുകാരായ ആ ഇണകളെ മാത്രമല്ലാതെ നിർദോഷികളായ വരും തലമുറകളെ കൂടി എന്തിനാണ് ദൈവം ശിക്ഷിച്ചത്? എൻ്റെ അറിവുകേടിനുപരിയായി എൻ്റെ വികാരാവേശത്തിലാണ് ഗുരുദേവന് രസം തോന്നിയത്. ഉൽപ്പത്തി അഗാധവും പ്രതീകാത്മകവുമാണ്. അത് ഒരു അക്ഷരാർത്ഥ വ്യാഖ്യാനം കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല. അദ്ദേഹം വിശദീകരിച്ചു. അതിലെ ജീവന്റെ വൃക്ഷം മനുഷ്യ ശരീരമാണ്. സുഷുമ്നാ നാഡി തല കീഴായ ഒരു വൃക്ഷം പോലെയാണ്. മനുഷ്യന്റെ തലമുടി അതിന്റെ വേരുകളും അന്തർബഹിർവാഹികളായ നാഡികൾ അതിന്റെ ശാഖകളുമാണ്. നാഡീവ്യൂഹമാകുന്ന വൃക്ഷം ആസ്വാദ്യകരമായ ധാരാളം കനികൾ അഥവാ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളുടെ അനുഭൂതികൾ വഹിക്കുന്നു. ഇവയെ മനുഷ്യന് ഒരു അവകാശമെന്ന നിലയിൽ വേണ്ടുവോളം അനുഭവിക്കാം. എന്നാൽ ലൈംഗികാനുഭവം, അതായത് ശരീരമാകുന്ന പൂന്തോട്ടത്തിന്റെ നടുവിലുള്ള ആ ഫലം ആപ്പിൾ അവനു നിഷിദ്ധമായിരുന്നു. ലൈംഗിക നാഡികളെ ഉത്തേജിപ്പിക്കുന്ന ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന സുഷുമ്നാശക്തിയെ സർപ്പം പ്രതിനിധാനം ചെയ്യുന്നു. ആദം വിവേചന ശക്തിയും ഹവ്വ വികാരവുമാണ്. ഏതു മനുഷ്യനിലുമുള്ള ഹവ്വാബോധം അഥവാ വികാരത്തെ ലൈംഗിക ഉത്തേജനം കീഴ്പ്പെടുത്തിയാൽ അവന്റെ വിവേചനം അഥവാ ആദവും കീഴടങ്ങുന്നു. തന്റെ ഇച്ഛാശക്തിയിലൂടെ പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരങ്ങൾ ആവിർഭവിപ്പിച്ചാണ് ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്. ഈ പുതിയ ജാതിക്ക് അതേപോലുള്ള നിർമ്മലമായ അഥവാ ദൈവീകമായ സന്തത്യുൽപാദന ശേഷി അദ്ദേഹം നൽകി. ഇക്കാലമത്രയും ജന്മവാസനാബദ്ധരും ബുദ്ധിവൈഭവം പൂർണ്ണമായി വികസിക്കാത്തവരുമായ മൃഗങ്ങൾ വരെയായി വ്യക്തിഗതമായ ആത്മാവിലുള്ള തന്റെ ആവിർഭാവം പരിമിതമായിരുന്നതിനാൽ പ്രതീകാത്മകമായി ആദം എന്നും ഹവ്വ എന്നും വിളിക്കുന്ന ആദ്യ മനുഷ്യ ശരീരങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചു. മേലേക്കുള്ള ഗുണകരമായ പരിണാമത്തിനു വേണ്ടി അദ്ദേഹം രണ്ടു മൃഗങ്ങളുടെ ആത്മാവ് അഥവാ ദൈവീക സത്ത ഇവരിലേക്കു മാറ്റി. ആദത്തിന്റെ അഥവാ പുരുഷനിൽ വിവേകം മുന്നിട്ടു നിന്നു. ഹവ്വയിൽ അഥവാ സ്ത്രീയിൽ വികാരത്തിനായിരുന്നു മുൻതൂക്കം. അങ്ങനെ ദൃശ്യപ്രപഞ്ചത്തിനു പിന്നിലുള്ള ദ്വൈതാവസ്ഥ അഥവാ ഗുണവൈരുദ്ധ്യം പ്രകടമായി. മനുഷ്യ മനസ്സ് മൃഗീയ പ്രവണതകളുടെ സർപ്പിളമായ ശക്തിയാൽ കബളിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം വിവേകവും വികാരവും സഹയോഗ സന്തുഷ്ടിയുടെ സ്വർഗത്തിൽ തുടരുന്നു. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള പരിണാമത്തിന്റെ ഫലം മാത്രമായുണ്ടായതല്ല, മറിച്ച് ഈശ്വരന്റെ ഒരു സവിശേഷ സൃഷ്ടികർമ്മത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യ ശരീരം. മൃഗരൂപങ്ങൾ ദിവ്യത പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവണ്ണം പ്രാകൃതമായിരുന്നു. സർവജ്ഞത പ്രാപിക്കാൻ ശേഷിയുള്ള അതിശക്തമായ മാനസിക വൈഭവവും മസ്തിഷ്കത്തിലെ സഹസ്രദല പത്മവും ഒപ്പം ഉത്കടമായ ഉണർവുള്ള നിഗൂഢ സുഷുമ്നാ ചക്രങ്ങളും മനുഷ്യന് അന്യാദൃശമായ രീതിയിൽ നൽകപ്പെട്ടു.
ആദ്യ സൃഷ്ടികളായ ഇണകളിൽ സന്നിഹിതമായിരുന്ന ദിവ്യ ചൈതന്യം അഥവാ ഈശ്വരൻ ലൈംഗികാനുഭൂതികൾ ഒഴിച്ച് മാനുഷികമായ മറ്റെല്ലാ ഇന്ദ്രിയ സുഖങ്ങളും ആസ്വദിക്കാൻ അവരെ ഉപദേശിച്ചു. നീചമായ മൃഗീയ സന്തത്യുൽപാദന രീതിയിൽ മനുഷ്യവർഗത്തെ കുടുക്കുന്ന ലൈംഗികാവയവങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനാണ് ഇവയെ നിരോധിച്ചത്. ഉപബോധ മനസ്സിലെ മൃഗീയ സ്മൃതികൾ ഉണർത്തരുതെന്ന താക്കീത് അവർ ചെവിക്കൊണ്ടില്ല. മൃഗീയമായ രീതിയിലുള്ള സന്തത്യുൽപാദനം പുനരാരംഭിച്ചുകൊണ്ട് പൂർണ്ണതയുള്ള ആദ്യ മനുഷ്യന്റെ സ്വാഭാവികമായ സ്വർഗീയ സന്തുഷ്ടിയുടെ അവസ്ഥയിൽ നിന്ന് ആദവും ഹവ്വയും നിബദിച്ചു. അവർ നഗ്നരാണെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ദൈവത്തിന്റെ താക്കീതിൻ പ്രകാരം അവരുടെ അമരത്വ ബോധം നഷ്ടപ്പെട്ടു. ശാരീരിക ജനനം ശാരീരികമായ മരണത്തിൽ കലാശിക്കണമെന്ന ഭൗതിക നിയമത്തിന് അവർ സ്വയം വിധേയരായി. ഹവ്വയ്ക്ക് സർപ്പം വാഗ്ദാനം ചെയ്ത നന്മതിന്മകളുടെ അറിവ് മായയിൽപ്പെട്ട മർത്യൻ അനുഭവിക്കേണ്ട ദ്വൈതരൂപവും വൈരുദ്ധ്യാത്മകവുമായ അനുഭവങ്ങളെയാണ് പരാമർശിക്കുന്നത്. തൻ്റെ വികാരത്തിൻ്റെയും വിവേകത്തിൻ്റെയും അഥവാ ഹവ്വ ആദം ബോധത്തിൻ്റെയും ദുരുപയോഗത്താൽ മിഥ്യയിൽ പതിച്ച മനുഷ്യൻ ദൈവീകമായ സ്വയം പര്യാപ്തതയുടെ സ്വർഗീയ വാടിയിൽ പ്രവേശിക്കാനുള്ള തൻ്റെ അവകാശം പരിത്യജിക്കുന്നു. അവന്റെ മാതാപിതാക്കളെ അഥവാ ദ്വിത്വഭാവത്തെ ഏകീഭവിച്ച സ്വരസമന്വയത്തിന്റെ ഏദൻ തോട്ടത്തിൽ സ്വർഗീയവാടിയിൽ പുനരധിവസിപ്പിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. ശ്രീ യുക്തേശ്വരൻ പ്രഭാഷണം അവസാനിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ താളുകളിലേക്ക് ഒരു പുതിയ ആദരവോടെ ഞാൻ നോക്കി. പ്രിയ ഗുരുദേവ, ഞാൻ പറഞ്ഞു, ഇന്നാദ്യമായി ആദത്തിനോടും ഹവ്വയോടും ഒരു പുത്രന്റെ ശരിയായ കടപ്പാട് എനിക്ക് ബോധ്യപ്പെടുന്നു.